കേരള പോലീസിനുള്ളിലെ ക്രിമിനൽ സ്വാധീനം വർഷം തോറും കൂടുതൽ ശക്തമാവുകയാണ്. കയ്യേറ്റം, അതിക്രമം, സ്ത്രീപീഡനം, കസ്റ്റഡി മരണം, കള്ളക്കടത്ത്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളാകുന്ന അവസ്ഥ തുടരുകയാണ്. 2022 കണക്കനുസരിച്ച് 722 പോലീസുകാരാണ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് വടകര ഡിവൈഎസ്പി എ ഉമേഷ് കസ്റ്റഡിയിൽ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അതിർത്തി തർക്ക കേസിൽ ഒരാളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് മർദ്ദിച്ച് അന്യായമായി ലോക്കപ്പിൽ അടച്ച കുറ്റത്തിന് ഡിവൈഎസ്പി മനോജിനെ സസ്പെൻഡ് ചെയ്തു. തിരുവല്ല സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എസ്ഐ ബിനുകുമാർ കാപ്പ കേസ് പ്രതികൾക്ക് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതായി കണ്ടെത്തപ്പെട്ടതിനെ തുടർന്ന് DIG അജിത ബിഗം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. 1861 ബ്രിട്ടീഷുകാർ സാധാരണക്കാരെ അടിച്ചമർത്താനായി രൂപപ്പെടുത്തിയ പോലീസിന്റെ കൊളോണിയൽ മനോഭാവം ഇന്ന് ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരിൽ വിട്ടൊഴിയാതെ പ്രകടമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പല അവസരങ്ങളിലും മൂന്നാം മുറ, അഴിമതി, ക്രിമിനൽ സ്വാധീനം എല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സേനയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വരുന്നത് കാണുന്നില്ല. 2013 ആലത്തൂർ സ്റ്റേഷൻ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് പോലീസിന്റെ ആത്മവീര്യം തകരുന്നതെന്ന ചോദ്യവും ഉയർത്തിയിരുന്നു. നിയമം നടപ്പാക്കാൻ ജനങ്ങൾ നികുതി നൽകി നിർത്തുന്ന പോലീസ് സേന ജനങ്ങളോട് ഉത്തരവാദിത്തം വഹിക്കുന്നതിന് പകരം ഭീകരത കാട്ടുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിൽ മാറ്റം വരാൻ ഓരോ പോലീസുകാരുടെയും പെരുമാറ്റം മാറുന്നത് മാത്രം മതിയാകില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണം. പൂർണ്ണ സിസ്റ്റത്തിന്റെ രീതി തന്നെ മാറണം. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും പോലീസ് സേനയിലെ ക്രിമിനൽ സ്വാധീനത്തിന് അറുതിയില്ല എന്ന വാചകം ഇന്നത്തെ പോലെ നാളെയും തുടരുമെന്നതാണ് ദുഃഖകരമായ സത്യം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.